വി ഡി സതീശനോടാണ് സതീശനൊന്ന് അടങ്ങുന്നതാണ് നല്ലത്. പോകുന്നിടത്തെല്ലാം മുസ്ലിം ലീഗിന്റെ കൊടിയും പതാകയും ഒക്കെയായി ഇങ്ങനെ നടന്നാൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരുപക്ഷെ ന്യൂനപക്ഷമായി മാറാൻ സാധ്യതയുണ്ട്. ആ ന്യൂനപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള വോട്ടിന്റെ കാര്യത്തിലായിരിക്കും എന്ന് സതീശൻ സാറ് ഓർത്താൽ നന്ന്. കാരണം ഈ ഇടയായിട്ടുള്ള സതീശന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ നിലപാടുകളോടൊന്നും അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സതീശന് ജമാഅത്തെ ഇസ്ലാമിയോട് വല്ലാത്തൊരു സ്നേഹം. അവർ പഴയതുപോലെയല്ല. അവരെ ഞങ്ങൾ കുളിപ്പിച്ച് നല്ല സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് നല്ല തുണിയൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അവരിപ്പോൾ കോൺഗ്രസിനോട് UDFിനോട് ഒപ്പമാണ് നിൽക്കുന്നത്. അവർക്ക് ഈ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരാണ് ജമാഅത്തേക്കാർ. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ പിന്തുണ തേടുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് സതീശന്റെ ചോദ്യം. ഒരു തെറ്റുമില്ല. ജമാഅത്തെ എന്താണ് എന്ന് പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും വി ഡി സതീശനും നന്നായി അറിയാം. ഭരണഘടനയെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത, മതരാഷ്ട്രം വരണമെന്ന് പറയുന്ന, മതരാഷ്ട്രം വരാനായി അന്യമതത്തിലുള്ളവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും നിരോധിച്ച ഒരു സംഘടനയെ ഒപ്പം ചേർത്ത് നിർത്തി കേരളത്തിൽ അധികാരം പിടിച്ചിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ കേരളത്തെ ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം സംസ്ഥാനമായി മാറ്റാൻ പോവുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ചോദിക്കുന്നത് മാധ്യമ പ്രവർത്തകരല്ല, സതീശന് ചൊറിയണ്ട. ഇത് ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ജനങ്ങളോട് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. RSSും BJPയുമാണ് ഇവിടെ വർഗീയത പറയുന്നത്, വർഗീയത ഉണ്ടാക്കുന്നത്, ഫാസിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ വായിൽ വർത്താനം പറയുമ്പോൾ നിങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അത് ചിലവഴിക്കുന്നതും നിങ്ങളാണ് എന്ന് മറക്കാതിരിക്കാം. ഈ അടുത്ത സമയത്ത് ഇപ്പോ ജയിക്കാനായി വി ഡി സതീശൻ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടൊരു യാത്ര കേരളത്തിലുടനീളം നടത്തുന്നുണ്ട്. അത് എന്തിനാണ് എന്ന് സതീശൻ അറിയില്ല, കൂടെയുള്ളവർക്കും അറിയില്ല. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. ആ യാത്രയിലുടനീളം സതീശന്റെ ഫോട്ടോയേക്കാൾ മുകളിൽ വയ്ക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഫോട്ടോയാണ്. AICC ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഫോട്ടോയേക്കാൾ മുകളിലുള്ളത് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ ഫോട്ടോയാണ്. അതായത് ജമാഅത്തെയും ലീഗിനെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അധികാരം പിടിച്ചതിന് ശേഷം ജമാഅത്തെയും മുസ്ലിം ലീഗും തീരുമാനിക്കും കേരളം എങ്ങനെ ഭരിക്കണം, എങ്ങനെ പോകണം എന്നുള്ളത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിന് നിരോധനമുണ്ട്. അവിടത്തെ ജമാഅത്തെ ഇസ്ലാമിലെ ഭീകരവാദികളെ മുഴുവൻ ജയിലിൽ അടച്ചു. യൂനസ് സർക്കാർ അല്ലെങ്കിൽ യൂനസ് അമേരിക്കയുടെ താല്പര്യത്തോടെ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കൊടും ഭീകരരെ, ജമാഅത്തെ ഇസ്ലാമിലെ കൊടും തീവ്രവാദികളായവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തുവിട്ടത്. അവർ അവിടെ കാണിച്ചു കൂട്ടിയ ഹിന്ദു വംശഹത്യ നമ്മൾ കണ്ടതാണ്. അതായത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലുക, ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുക. കാരണം അവരുടെ ശരീരത്തിൽ, അവരുടെ ചോരയിൽ മുഴുവൻ ഉള്ളത് ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ചിന്ത മാത്രമാണ്. അവരെ കൊണ്ടുവന്ന് സതീശൻ ഒരു ഷവറിന്റെ താഴെ നിർത്തി ഏതെങ്കിലും ഒരു സോപ്പ് തേച്ച് കുളിപ്പിച്ച് വെള്ള കുപ്പായവും ഇട്ട് പുറത്തിറക്കിയിട്ട് അവര് നന്നായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെപ്പോലെ വിഡ്ഢികളാകണം. ഞങ്ങൾ എന്തായാലും വിഡ്ഢികളല്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. ജമാഅത്ത് ഇപ്പോൾ അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ച് സതീശൻ പറയുകയാണ്. കാരണം സതീശൻ ആരൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. 100 സീറ്റിൽ കോൺഗ്രസ് ജയിക്കും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അങ്ങനെ 100 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചാൽ ഇതുവരെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അക്രമങ്ങൾക്ക് ഒരുപക്ഷെ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. അതായത് സതീശൻ പോകുന്നിടത്തെല്ലാം കോൺഗ്രസിന്റെ കൊടിയല്ല നമ്മൾ കാണുന്നത്, അവിടെ മുഴുവൻ മുസ്ലിം ലീഗിന്റെ കൊടികളും കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഷോൾ അടക്കം മുസ്ലിം ലീഗിൻ്റെത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത ചിഹ്നങ്ങളുടേതാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്ക് പുറത്ത് നിരോധിച്ച ഏതെങ്കിലും ഒരു സംഘടനയോടൊപ്പം ഇവിടുത്തെ BJP പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഈ സതീശനും ഈ കോൺഗ്രസും ഇതുപോലെ
ഇതുപോലെ അവർ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ കേട്ടോണ്ട് നിൽക്കുമോ? അല്ലെങ്കിൽ ഇതുപോലെ BJP പറയുകയാണ് SDPIക്കാരെ അല്ലെങ്കിൽ PFIക്കാരെ അവരുടെ പഴയ നിലപാടല്ല, അവരെ ഞങ്ങൾ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഉടുപ്പൊക്കെ ഇട്ട് അവരെ പുറത്തിറക്കിയിട്ടുണ്ട്, അവർക്കിനെ ഇന്ത്യ തകർക്കാനോ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനോ അവർ പോകില്ല, ഇത് ഞങ്ങളുടെ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ സതീശനും സതീശന്റെ പാർട്ടിയും അംഗീകരിക്കുമോ? ജയിക്കാനായി എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നുള്ള VD സതീശന്റെ ഈ പോക്ക് നല്ലതിലേക്കല്ല. ഒരു സിനിമയിൽ നെടുമുടി വേണു പറയുന്നത് പോലെ നിന്റെ പോക്ക് നാശത്തിലേക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KC വേണുഗോപാൽ ഓടി നടക്കുകയാണ്. അതായത് ഈ ഡെലിവറി ബോയ്സിന്റെ പിന്നെ ബുദ്ധിമുട്ടുകൾ പഠിക്കാനായി ഡെലിവറി ബോയ് ആയ ഒരാളുടെ പുറകിൽ കയറി ഹെൽമറ്റ് വെച്ചിട്ട് അവിടെ മുഴുവൻ ക്യാമറകളാണ്, കാറിൽ ക്യാമറ, പുറകിൽ ക്യാമറ, മൊത്തം ക്യാമറയാണ്. കുറച്ചു ദൂരം ആ ചെറുപ്പക്കാരനോടൊപ്പം യാത്ര ചെയ്യുന്നു, പകുതി വഴി ഇറങ്ങുന്നു, പഠിച്ചു തീർന്നു. അതോടെ KC പഠിച്ചു തീർന്നു. അതിനുശേഷം കുടുംബശ്രീക്കാരുടെ അടുത്ത് പോയിരുന്നിട്ട് ഇലയിൽ കപ്പ വാങ്ങിയിട്ട് കഴിക്കുന്നു. അതിൽ ഓരോരുത്തർ ഓരോ പുറകിലൊക്കെ ഇരിക്കുന്ന ഓരോ ചേച്ചിമാർ അതിൽ നിന്ന് കപ്പ എടുക്കുന്നു, കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ വീടിന്റെ ഉള്ളിലേക്കും അടുക്കളയിലേക്കും ചെന്ന് കയറുന്നു. എന്താണ് ആഹാരം എന്ന് ചോദിക്കുന്നു, മുഴുവൻ കപ്പമയമാണ്. എന്തിനാണ് ഈ നാടകം? ഇത്രയും നാള് നിങ്ങൾ എവിടെ പോയിരുന്നു? ഈ 5 വർഷക്കാലം എവിടെയായിരുന്നു? ഇത്രയും നാണം കെട്ട ഒരു പാർട്ടി ഇപ്പൊ കേരളത്തിന് പുറത്ത് നിങ്ങളുടെ പിന്നെ നേതാവ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആയില്ല എന്നുള്ളതിന് കൃത്യമായ ഉത്തരം ഇപ്പോഴാണ് മനസ്സിലായത്. ഉപദേശം നൽകുന്നത് KC അല്ലേ? KC ഉപദേശം നൽകുന്നിടത്തോളം കാലം രാഹുൽ ഗാന്ധിക്ക് ആ കസേര സ്വപ്നം കാണാൻ മാത്രമേ കഴിയൂ, അതിന്റെ അടുത്ത് പോലും എത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയെങ്കിലും പിണറായി വിജയൻ സർക്കാർ തന്നെ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ. അതായത് പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇപ്പൊ കുറെ ആനുകൂല്യങ്ങൾ തരുമെന്നോ അല്ലെങ്കിൽ കേരളത്തെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണെന്നോ വിചാരിച്ചിട്ടല്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഈ പിന്നെ മതരാഷ്ട്രം വേണമെന്ന് പറയുന്ന മറ്റ് അന്യമതസ്ഥരെ മുഴുവൻ കൊന്നിട്ട് മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്ന ശരിയത്ത് നിയമമാണ് എല്ലാത്തിനും മുകളിലെന്ന് വിശ്വസിക്കുന്ന ഏകദൈവം, അതിനപ്പുറം മറ്റൊന്നിനെ ആരാധിക്കാനും പാടില്ല, മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനും പാടില്ല എന്ന് വിശ്വസിച്ച് മതം തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന മതഭ്രാന്തന്മാരായ ആളുകളെ കൂടെ ചേർത്ത് നിർത്തി ഇവർ ജയിച്ചു കയറിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ കൃത്യമായി ഇപ്പോൾ നിലപാടെടുക്കുന്നത്. KCയും ഇവരുമൊക്കെ ഓടിച്ചാടി നടന്നിട്ട് ഒരു കാര്യമില്ല. അഹമ്മദാബാദ് പിടിച്ചതുപോലെ കേരളം മുഴുവൻ പിടിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. കൃത്യമായ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. KC അതായത് 2014 മുൻപ് നിങ്ങളുടെ പിന്നെ ശക്തമായ മുന്നേറ്റം എങ്ങനെയാണെന്നും 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ കുത്തനെ ഇടിഞ്ഞ് താഴോട്ട് പോയത് എന്നുള്ളതിന്റെയും കൃത്യമായ കണക്കുകൾ മാധ്യമങ്ങളുടെ കയ്യിലുണ്ട്. കേരളത്തിലെ ജനങ്ങളെ അത് അറിയിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കപ്പയും ജമാഅത്തെയും പിന്നെ ലീഗിന്റെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് ഇനിയുള്ള സമയമെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് ഇടപഴകി, അതായത് ഈ നാടകം കളിക്കാനല്ല, വീടിനകത്ത് കയറി കപ്പ തിന്നാനും ഡെലിവറി ബോയുടെ ബാക്കിൽ കയറി ഇരിക്കാനും. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും AICC ജനറൽ സെക്രട്ടറി അല്ലേ, കുറച്ചെങ്കിലും ഉളുപ്പും നാണവും വേണ്ടേ? ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും മതപ്പതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പറ്റുമെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിന്റെ വാ തുറക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ആ മനുഷ്യനിന് വാ തുറന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിലാണ് PTയുടെ പോക്കെങ്കിൽ കേരളത്തിൽ UDF ഇനിയൊരു അധികാരത്തിലുള്ള ഒരു വരവ് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം.